നിർപ്പൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഒന്ന്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനപരമായ കണക്ക് നോക്കുമ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു വലിയ മേൽക്കൈ ഒന്ന് കോൺഗ്രസിനോ UDF-നോ ഇല്ല. രണ്ട്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു കൃത്രിമമായ ആത്മവിശ്വാസത്തിൻ്റെ വശത്തിൽ അവർ ഉയർത്തുന്ന കാര്യങ്ങളിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട്. അതാണ് ലക്ഷ്യ ക്യാമ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. MP-മാരടക്കമുള്ളവർ മത്സരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പല മുതിർന്ന നേതാക്കളും ഈ ആവശ്യങ്ങളുമായി രംഗത്തെത്തുന്നു. കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളിക്കെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതടക്കം നമ്മൾ ഓർക്കേണ്ടതാണ്. നിർഭൻ ചക്രവർത്തി. ജിംഷാദ്, ഈ പലരും ഇത് കാണാതെ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലൊരു മാറ്റം ഉണ്ടാകുന്നു എന്നൊരു അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി UDF തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് UDF വിപുലപ്പെടുത്തുന്നു എന്ന UDF-ൻ്റെ യോഗം ആദ്യഘട്ടത്തിൽ ചേർന്നുകൊണ്ട് UDF-ൻ്റെ കക്ഷികളുടെ വിപുലീകരണം എന്ന പ്രഖ്യാപനം നടത്തിയത്. അത് പൊളിഞ്ഞുപോയി. അത് പ്രഖ്യാപിച്ച് മണിക്കൂറിന് മുമ്പ്, അതായത് VD സതീശൻ പ്രഖ്യാപിച്ച് 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് വിഷ്ണുപുര ചന്ദ്രശേഖരൻ തങ്ങൾ UDF-ന് കത്ത് കൊടുത്തിട്ടില്ല എന്ന കാര്യം അവിടെ പൊളിയുന്നു. അതിനുശേഷം ആ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഒരു മിഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ 26 ലക്ഷ്യയിലേക്ക് വയനാട് ചേർന്നത്. ആ ലക്ഷ്യയിൽ ഒരു അജണ്ട അവർ പ്ലാൻ ചെയ്യുന്നത് കനകോലുവിൻ്റെ അജണ്ടയാണ്. അത് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം എന്ന നിലയിലുള്ള പ്രതീതി സംസ്ഥാനത്ത് നിലനിർത്തി മുന്നോട്ട് പോവുക, ഒപ്പം തന്നെ ഈ വിവാദങ്ങൾ ലൈവായി നിലനിർത്തി തെരഞ്ഞെടുപ്പ് വരെ വോട്ടർമാരിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുക, അതുവരെ UDF-നകത്തുള്ള അസ്വാരസ്യങ്ങൾ പരമാവധി മറച്ചുവയ്ക്കാൻ ശ്രമിക്കുക, പ്രധാനപ്പെട്ട നേതാക്കളൊന്നും പരസ്യ പ്രതികരണം നടത്താതിരിക്കുക. ഇന്ന് തന്നെ ഈ ലക്ഷ്യയുടെ യോഗവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന അജണ്ടയ്ക്കനുസരിച്ച് കഴിഞ്ഞ ദിവസം VD സതീശൻ്റെ ഈ പ്രധാനപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളെല്ലാം വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം ഒന്നിച്ചു കൊടുത്ത ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ VD സതീശനെ കുരുക്കാൻ വിജിലൻസ് എന്നാണ്. അതേ തരത്തിലുള്ള പ്രതികരണം നേതാക്കളിൽ നിന്ന്, ലക്ഷ്യ ക്യാമ്പിൽ നിന്ന് ഈ മാധ്യമങ്ങൾ എടുക്കുകയായിരുന്നു. അതാണ് കനകോലു ഉപയോഗിക്കുന്ന തന്ത്രം. കനകോലുവിൻ്റെ റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് 2 ഘട്ടങ്ങളിലാക്കി തയ്യാറാക്കിയ റിപ്പോർട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ട്, മുൻപ് തയ്യാറാക്കിയ റിപ്പോർട്ട്, നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ്, പട്ടിക, ഇതടക്കം ഈ ലക്ഷ്യ ക്യാമ്പിൽ പരസ്യമായി പ്രഖ്യാപിക്കില്ല. അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ കോർ കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ് അദ്ദേഹം വിശദീകരിക്കുക. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ടയും ലക്ഷ്യവും അടക്കുന്ന ഒരു മാസ്റ്റർ പ്ലാൻ മാത്രമാണ് അവിടെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ അവിടെ അവതരിപ്പിക്കും. കനകോലു ഇന്നലെ മുഴുനീള ലക്ഷ്യ ക്യാമ്പിലുണ്ടായിരുന്നു. അദ്ദേഹം വിവിധ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. നേതാക്കളെ വെവ്വേറെ യോഗത്തിൻ്റെ ഭാഗമായി തന്നെ വെവ്വേറെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് KC വേണുഗോപാൽ അടക്കമുള്ള ടീമാണ്. ഈ കനകോലുവിൻ്റെ റിപ്പോർട്ടും KC വേണുഗോപാലാണ് ലക്ഷ്യ ക്യാമ്പിനെ ഇപ്പോൾ നിലവിൽ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിലവിൽ പല ഏജൻസികളെ, കനകോലുവിൻ്റെ നേരിട്ടുള്ള ഏജൻസി, 3ലധികം PR ഏജൻസികൾ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ പ്രത്യേക സർവേകൾ നടത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ട ഒരു പട്ടിക, യുവ നേതാക്കളും മുതിർന്ന നേതാക്കളും അടങ്ങുന്നൊരു പട്ടിക തയ്യാറാക്കി. ആ പട്ടികയിൽ നിന്നാണ് UDF-ലെ നിലവിൽ ഘടകകക്ഷികൾ മത്സരിച്ച് സ്ഥിരമായി തോൽക്കുന്ന സീറ്റുകൾ തിരിച്ചു പിടിക്കണം, കോൺഗ്രസിൻ്റെ സീറ്റുകൾ വർദ്ധിപ്പിക്കണം, ലീഗിനെ മാത്രം പരിഗണിച്ചാൽ മതി. കാരണം തിരഞ്ഞെടുക്കപ്പെട്ട് വന്നാൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായി കോൺഗ്രസ് ഉണ്ടാകണം, പരമാവധി സീറ്റ് വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് ഈ RSPയുടെ കയ്യിലിരിക്കുന്ന സീറ്റ്, അതായത് ചവറ സീറ്റ് തിരിച്ചു പിടിക്കണം. അത് ഷിബു ബേബി ജോണിന് അവിടെ മത്സരിക്കാൻ കഴിയില്ല. ഇടുക്കിയിൽ PJ ജോസഫ് കൈവശം വച്ചിരിക്കുന്ന ആ സീറ്റ് ഇപ്പോൾ റോഷി അഗസ്റ്റിനെതിരെ മത്സരിക്കുന്ന PJ ജോസഫാണ്. ആ സീറ്റ് തിരിച്ചു പിടിക്കണം. ഒപ്പം തന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അനുകൂലമല്ല എന്ന് തന്നെയാണ് അവരുടെ ആഭ്യന്തരമായ വിലയിരുത്തൽ. കണക്കുകളുടെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്ന അജണ്ട സർക്കാരുമായി ബന്ധപ്പെട്ട വികസന നേട്ടങ്ങളായിരിക്കും. ആ നേട്ടങ്ങൾ ചർച്ച ചെയ്താൽ ക്ഷേമ പെൻഷനുകളും ജീവനക്കാർക്ക് ഉണ്ടാകുന്ന ശമ്പള വർധനവും DA കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ ഏകദേശം അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകരുത്. മറിച്ച് ശബരിമല, സ്വർണ്ണപ്പാളി തുടങ്ങിയ വിവാദങ്ങളിൽ തുടങ്ങി മറ്റ് സെൻസിറ്റീവായിട്ടുള്ള ജാതി, മത, വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ട ചർച്ചകളിലേക്ക് പോകണം. ഇതാണ് കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കനകോലുവിൻ്റെ റിപ്പോർട്ട് നടപ്പിലാക്കുക, അതിനനുസരിച്ചുള്ള അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ യോഗം ചേരുന്നത്. ഇത് ബോധപൂർവം തന്നെ മാധ്യമങ്ങൾ മറച്ചു വച്ച് ഒരു അജണ്ട സെറ്റ് ചെയ്ത് വ്യാപകമായ പ്രചരണം. ഇന്നത്തെ പത്രങ്ങളിൽ 1-ാം പേജ് 100 സീറ്റ് ലക്ഷ്യമിട്ട് ലക്ഷ്യ എന്ന തരത്തിലുള്ള ക്യാപ്ഷനാണ്. ഒപ്പം തന്നെ അതനുസരിച്ചുള്ളൊരു അജണ്ട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് ലക്ഷ്യമിട്ടിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ആ അജണ്ട പരമാവധി ശ്രദ്ധിച്ച് പരമാവധി വിപുലപ്പെടുത്താൻ പ്രിന്റ് മീഡിയ, ഒപ്പം തന്നെ വിഷ്വൽ മീഡിയ ഒപ്പം ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ഒരു കാര്യം പറയാം ജിംഷാദ്, കാരണം ഈ കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയം
വന്നപ്പോൾ ED അന്വേഷണം വന്നപ്പോഴൊക്കെ തന്നെ പിണറായിയെ കുരുക്കാൻ ED എന്നൊരു ക്യാപ്ഷൻ ഏതെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടോ? ED പരിശോധിക്കാൻ വന്നപ്പോൾ ഇത് പിണറായിയെ കുരുക്കാൻ കേന്ദ്രം EDയെ ഇറക്കി എന്നൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ചാനലുകളുടെ പേര് ഞാൻ പറയുന്നു. ഇന്നലത്തെ ഈ വാർത്ത വന്നപ്പോൾ, വിജിലൻസ് റിപ്പോർട്ടിന്റെ ശുപാർശ വന്നപ്പോൾ എല്ലാ ചാനലിലും ഒരൊറ്റ ക്യാപ്ഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരേ ഒറ്റ ക്യാപ്ഷനായിരുന്നു. ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ആ ക്യാപ്ഷൻ തയ്യാറാക്കിയത്. ആ ക്യാപ്ഷൻ എല്ലാ മീഡിയയ്ക്കും ഒന്നിച്ച് പമ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആ നിലയിലുള്ള പ്രചരണം നടന്നു. വൈകിട്ടോടുകൂടി അത് ഒരു വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട്. ആ വിജിലൻസ് റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗത്തിൽ ഈ പറയുന്ന FCRA ചട്ടം ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേന്ദ്രത്തിന് അന്വേഷിക്കാം എന്ന ഭാഗം വന്നപ്പോൾ അതിനകത്ത് കഴമ്പില്ല എന്ന പ്ലാൻഡ് സ്റ്റോറി വൈകിട്ട് ഒരുപോലെ തന്നെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തു. അപ്പോഴാണ് ഇന്ന് നമ്മൾ പുതിയ വാർത്ത സംബന്ധിച്ച പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അതുകൊണ്ട് ഇത് ഒന്നിച്ച് ഒരേ ഫാക്ടറി നിർമ്മിക്കുന്ന ഒരേ അജണ്ടയാണ്. അത് കനകോലു നിർമ്മിച്ചെടുക്കുന്ന അജണ്ടയുടെ നടപ്പിലാക്കലാണ് നടക്കുന്നത്.